Morning students, welcome to our next section. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ഡിഫറെന്റ് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. ഇനി അതിൽ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന മറ്റൊരു സന്ദർഭം, അതിൽ തന്നെ ആ ഒക്കേഷനിൽ ചില പ്രോപ്പർട്ടീസ് മാറ്റമുണ്ട്, പ്രത്യേകതകളിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. സോ അവർ നെക്സ്റ്റ് സെക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഫ്രാക്ഷന്റെ, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കമ്മിങ് പാർട്ട് ആൻഡ് ടൈംസും പാർട്ടും ഒരുമിച്ച് വരുന്നതാണ്. ഇതുവരെ നമ്മൾ പാർട്ട് കാണാൻ ഫസ്റ്റ് നമ്മൾ ടൈംസ് കണ്ടു. ടൈംസ് കാണാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. പിന്നെ പാർട്ട് കാണുന്നത് ആണ് 2-3 ചാപ്റ്ററിൽ സെക്ഷനിൽ ചെയ്തത്. അതിലൊക്കെ നമ്മൾ എന്തായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ എന്നായി. ഇനിയും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അവർ നെക്സ്റ്റ് ഹെഡിങ് ടൈംസ് ഇൻ പാർട്ട്. ടൈംസ് ഇൻ പാർട്ട്, പേജ് 36. Okay, so let us go through one problem. 2 liters of milk is used to fill 3 bottles. Question എല്ലാവരും എഴുതുക. പേജ് 36-ലുള്ള ടൈംസ് ഇൻ പാർട്ട് എന്നുള്ളതിൽ ഫസ്റ്റ് 3 ലൈൻസ് അത് എഴുതണം എല്ലാവരും. I will read again. 2 liters of milk is used to fill 3 bottles of the same size. ഒരേ വലിപ്പമുള്ള 3 ബോട്ടിലുകളിലേക്ക് 2 liters of milk സ്പ്ലിറ്റ് ചെയ്ത് ഒഴിച്ചു. Then a quarter of one such bottle is poured into a glass. ഇതിനുള്ള ഒരു ബോട്ടിലിന്റെ ക്വാർട്ടർ മീൻസ് കാഭാഗം അല്ലെ, അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഹൗ മച്ച് മിൽക്ക് ഇൻ ഗ്ലാസ്, ഗ്ലാസ്സില് എത്ര പാലുണ്ട്. ഇവിടെ നമ്മള് നേരത്തെ ചെയ്ത പോലെ 2-3-4 സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇതൊരു ചുരുക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു എളുപ്പമാർഗം ഇതിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് പറഞ്ഞത് 2 ലിറ്റർ മിൽക്ക് 3 ബോട്ടിലേക്ക് നിറച്ചു. അതിലുള്ള ഒരു ബോട്ടിലിന്റെ ക്വാർട്ടർ ഒരു ഗ്ലാസ്സിലേക്ക് നിറച്ചു. ആ ഗ്ലാസ്സിൽ എത്ര ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. 2 ലിറ്ററിനെ 3 ബോട്ടിലേക്ക് നിറച്ച ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവുക അതാദ്യം കാണണം. ഇനി ആ ബോട്ടിലിന്റെ ക്വാർട്ടർ എടുത്താൽ എത്ര ഉണ്ടാകുക, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ. അപ്പൊ നമ്മള് 2 ലിറ്ററിന് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 1 ബോട്ടിൽ കണ്ടെയ്ൻസ്, ഒരു ബോട്ടിലുള്ളത് എത്രയാണ്? 3 ബോട്ടിലേക്കാണല്ലോ നിറക്കണത്. 2 ലിറ്റർ മിൽക്ക് 3 ബോട്ടിലേക്കാണ് നിറക്കണത്. അപ്പൊ 3 ബോട്ടിലേക്ക് വീതം വെക്കുമ്പോൾ ഒരു ബോട്ടിൽ എത്ര പാത്രം ഉണ്ടാകുക? 1/3 അല്ലെ. 1/3, 3/1 ഉണ്ടാകുക. ഓഫ് ഏതിന്റെ? ആകെ എത്ര ലിറ്ററാ? 2 ലിറ്റർ. ഇത് ചെയ്താല് ഇത് എഴുതണം നല്ലതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുന്നുണ്ട്, അത് അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. 1/3 ഓഫ് 2 ലിറ്റർ ചെയ്യാൻ 1/3 into 2 ആണ് അല്ലെ. 1/3 into 2 അതായത് 2/3. 2 into 1 2/3 ലിറ്റർ. ഈ 2/3 ലിറ്റർ ഇവിടുന്ന് നേരിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. 2 ലിറ്റർ 3 പീസാക്കുകയാണ്. 2 ലിറ്റർ 3 പീസാക്കുകയാണ്. നേരെ ശ്രദ്ധിക്കുക. 2 ലിറ്റർ 3 ഭാഗമാക്കി മാറ്റുകയാണ്. അടുത്തൊരു ഭാഗം എന്ന് കാണാൻ 2/3. 2നെ 3 ഭാഗമാക്കുക. 2/3. അപ്പൊ അങ്ങനെ നേരിട്ട് എഴുതാൻ പഠിച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. 2 ലിറ്ററിനെ 3 ഭാഗമാക്കുന്നു എന്ന് പറയുമ്പോൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ബൈ നിട്ട ഡിവിഷൻ ആണല്ലോ. ഇപ്പൊ 2/3 ലിറ്റർ. അപ്പൊ ഒരു ബോട്ടിൽ എത്ര ഉണ്ടാവും? 2/3 ലിറ്റർ. അപ്പൊ നേരിട്ട് ഇങ്ങനെ ആൻസർ എഴുതുന്നത് പഠിച്ചാല് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയത് 1 ബോട്ടിൽ കണ്ടെയ്ൻസ് 2/3 ലിറ്റർ. ഇനി കൺഫ്യൂഷൻ വരുന്നുള്ളവർ ഇങ്ങനെ ഫുള്ള് എഴുതിക്കൊള്ളുണ്ടു. ഇനി അടുത്തത് a quarter of one such bottle is poured into a glass. ഈ ഒരു ബോട്ടിലിൽ ഇപ്പൊ എത്ര കിട്ടിയത്? 2/3 ലിറ്റർ. ഇതിന്റെ ക്വാർട്ടർ എടുത്ത് ഗ്ലാസ്സിലേക്ക് നിറച്ചു. അപ്പൊ 1 ഗ്ലാസ് മിൽക്ക് ഇൻ 1 ഗ്ലാസ് എന്ന് എഴുതിയാലും മതി. മിൽക്ക് ഇൻ 1 ഗ്ലാസ്,
ഒരു ഗ്ലാസ്സിൽ എത്ര ഉണ്ട് എന്നാണ് ചോദ്യം. ഒരു ഗ്ലാസ്സിൽ എത്രയുള്ളത്? ഇതിന്റെ ക്വാർട്ടർ. ഇതിൽ എത്രയാണ്? 2/3 ലിറ്റർ. അതിന്റെ ക്വാർട്ടർ എങ്ങനെ എഴുതുക? 1/4 ഓഫ് 2/3 ലിറ്റർ. ഇവിടെ നോക്കി നോക്കാം, നമ്മൾ ഇവിടെയും 1/, ആയിരുന്നു ഇതുവരെ ചെയ്തതിലൊക്കെ. അപ്പൊ ഇവിടെ ഒക്കെ ഒരു 1/, എന്നുള്ളതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് വരുന്നൊരു ഇത്. അപ്പൊ 1/4 ഓഫ് 2/3 ആയിട്ടുണ്ട്. ഓഫ് കണ്ട ഗുണിക്കുക അല്ലെ? 1/4 ഇൻറ്റു 2/3, 1 ഇൻറ്റു 2, 2/4 ഇൻറ്റു 3, 12. 2/12. 2/12 ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക? ഇവിടെ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പൊ നമ്മൾ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ കഴിയില്ല. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ രണ്ടിലും പോകുന്ന സംഖ്യ 2 ആണ്. അപ്പൊ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 2 1 ടൈംസ്, 12 2 6 ടൈംസ്. അപ്പൊ 2/12 1/6 യൂണിറ്റ് ലിറ്റർ. ഒരു ഗ്ലാസ്സിൽ ഉണ്ടാകുന്നത് 1/6 ലിറ്റർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പുതുതായി പഠിക്കുന്ന സ്റ്റെപ്പ്. 1/4 ഓഫ് 2/3. പിന്നെ ഇവിടുന്ന് നേരിട്ട് 2/3 എഴുതുന്ന ഞാൻ പറഞ്ഞു. 2 ലിറ്റർ 3 ഗ്ലാസ്സിക്ക് 3 ബോട്ടിലേക്ക് നിറച്ചാൽ ഒരു ബോട്ടിൽ ഉണ്ടാകുന്നത് എത്രയെന്ന് വെച്ചാൽ 3 വീതം വെക്കുക. 3 ഭാഗമാക്കിയാൽ ഒരു ലിറ്ററിന് ഒരു ബോട്ടിലിന് 2/3 ലിറ്റർ എന്ന് നേരിട്ട് എഴുതി പഠിക്കുന്നതും നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 3 ആക്കിയാൽ ഒരു ബോട്ടിൽ 1/3 ഭാഗമാണ് ഉണ്ടാകുക 2 ലിറ്ററിന്റെ എന്നുള്ള ഫസ്റ്റ് പഠിച്ച മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ. സോ ആൻസർ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാകുക ഈ 2/3 ലിറ്ററിന്റെ 1/4 പാർട്ട്. 1/4 ഓഫ് 2/3. അത് ചെയ്തപ്പോ എത്ര കിട്ടിയത്? 2/12 1/6 ലിറ്റർ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പുതുതായി പഠിക്കുന്നത്. ഇവിടെ ടൈംസും പാർട്ടും മിക്സ് ആയി വന്നിട്ടുണ്ട്. രണ്ടിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഇവിടെ 1/3 ഓഫ് 2 എന്നുള്ളത് നേരിട്ട് എഴുതുന്നതും കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഐ ആം റൈസിംഗ് ഇറ്റ് നൗ. ഓക്കെ, നോക്കുക. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 3/4 ഓഫ് 1/7 ഇങ്ങനെ വന്നാലോ? 1/7ന്റെ 3/4 പാർട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. 3/4 ഓഫ് 1/7 ചെയ്യാന് എന്താ ചെയ്യാ? 3/4 ഇൻറ്റു 1/7. 3 ഇൻറ്റു 1 3, 4 ഇൻറ്റു 7 28. ഇത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോണ ഒരു സംഖ്യ ഇല്ല. അപ്പൊ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അവിടെ വെച്ച് നിർത്തുക. ഓക്കെ. അപ്പൊ ഓഫ് കണ്ടാൽ ഗുണിക്കുക എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ശ്രദ്ധിക്കാനില്ല. നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക. എല്ലാവരും പേജ് 40, പേജ് 40 എടുക്കുക. പേജ് 40 എടുത്തിട്ട് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമുക്കത് നോക്കി നോക്കാം. നമ്മളിപ്പോ ഈ ചെയ്ത പോലെ തന്നെയാണ്, എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡ്രോ ദ ലൈൻ AB 12 സെന്റിമീറ്റർ ലോങ്. ആ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അതെല്ലാവരും എഴുതുക ആദ്യം. അത് എഴുതിയ ശേഷം നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കുക. ശരിക്കും ഈ പ്രോബ്ലം ചിത്രം വരക്കാനുള്ള ചോദ്യമല്ല. നമുക്ക് കണ്ട ചിത്രം വരക്കാനുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ചിത്രം വരക്കണമെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ ചെയ്ത് ഫ്രാക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ചിത്രം വരക്കാൻ ഒരു ചോദ്യം തന്നു എന്നേ ഉള്ളൂ. അതിന്റെ ഫ്രാക്ഷന് പാർട്ട് ഓഫ് പാർട്ടും ടൈംസ് ഓഫ് പാർട്ടും ഒക്കെ കാണലാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഡ്രോ ദ ലൈൻ AB 12 സെന്റിമീറ്റർ ലോങ്. നമ്മൾ ആദ്യം സ്കെയില് വെച്ച് അളന്ന് 12 സെന്റിമീറ്ററിൽ AB എന്നുള്ള ഒരു ലൈന് വരക്കണം. അപ്പൊ ഈ ഇത് വരക്കുന്നത് ഒരു സൈഡിലോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇത് വരച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം ഒരു സൈഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു സൈഡിൽ ഇടത് സൈഡിൽ ചിത്രം വരക്കുക, വലത് സൈഡിൽ അതിന്റെ പ്രോബ്ലം ചെയ്യുക, സ്റ്റെപ്പുകൾ ചെയ്യുക. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ചിത്രം റൈറ്റ് സൈഡിൽ വരച്ചിട്ട് ഇടത് സൈഡിൽ അതിന്റെ പ്രോബ്ലം ചെയ്യുക. താഴെയും മുകളിൽ ചെയ്യുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം.
12 സെന്റിമീറ്റർ ലോങ്ങിലാണ് ഒരു ലൈന് വരക്കേണ്ടത്. മാർക്ക് സി ഇൻ സച്ച് ദാറ്റ് എ സി ഈസ് 2/3 ഓഫ് എ ബി. ഇതിൽ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? എ സിയുടെ നീളം 2/3 ഓഫ് എ ബി ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ടത് എ സിയുടെ നീളം എത്രയെന്നാണ്. അത് കണ്ടിട്ടാണ് ഇതിൽ അടയാളപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഫ്രാക്ഷൻ ചെയ്യുക, എന്നിട്ട് ഇതിൽ ഇങ്ങനെ അടയാളപ്പെടുത്തണം. അപ്പൊ നമുക്ക് ഇതിൽ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തുമ്പോ എന്തായിരിക്കണം? എ സിയുടെ നീളം, അതായത് എന്ന് സിക്കുള്ള നീളം 2/3 ഓഫ് എ ബി. എ ബിയുടെ നീളം എത്രയാണോ അതിന്റെ 2/3 ആണ്. എ ബിയുടെ നീളം എത്രയാണ് തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ സി ഈക്വൽ ടു 2/3 ഓഫ് 12. ഓഫ് കണ്ടാ ഗുണിക്കുക. അപ്പൊ 2/3 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 12 24/3. 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ സിയുടെ നീളം 8. അപ്പൊ നമുക്ക് സ്കെയില് വെച്ച് അളന്നിട്ട് ഇത് 12 ആണ് എടുക്കുന്നത്. അതിന്റെ ശേഷമാണ് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യല്. ഇതാണ് ഇതിൽ പ്രധാന പോയിന്റ്. ഇതിൽ വെച്ചിട്ട് നമ്മൾ ചിത്രം പിന്നെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരിക ചെയ്യുക. ഓക്കെ. അപ്പൊ 8 സെന്റിമീറ്റർ. അപ്പൊ എയിൽ നിന്ന് സ്കെയില്, ഞാനിവിടെ സ്കെയിലിൽ അളവൊന്നും എടുക്കണില്ല, നിങ്ങൾ അളന്നിട്ട് തന്നെ വരക്കണം. ഇതില് അളവ് എടുക്കുകയാണെങ്കിൽ പിന്നെ 8 സെന്റിമീറ്റർ അളന്നിട്ട് പിന്നെ 8 സെന്റിമീറ്റർ അളന്നിട്ട് ഒരു പോയിന്റ് ഇടുക. അവിടെ എന്ത് കൊടുക്കുക? സി എന്ന് കൊടുക്കുക. അപ്പൊ അതാണ് 8 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം 12 വരക്കുക, എന്നിട്ട് 8 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെ 8 കിട്ടിയത്? അത് ക്രിയേറ്റ് ചെയ്ത് കണ്ടെത്താം. ഇനി അടുത്തത് മാർക്ക് ഡി സച്ച് ദാറ്റ് എ ഡി ഈസ് 1/4 ഓഫ് എ സി. ഇനി അടുത്തത് എ ഡി ആണ്. ഇനി അടുത്തത് കാണുന്നത്. ഇതിൽ ഇനി അടുത്തത് എന്ന് ഡി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൂടി അടയാളപ്പെടുത്തണം. ഓക്കെ, അതിനെ അടയാളപ്പെടുത്താൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ നീളം എന്താ പറഞ്ഞത്? 1/4 ഓഫ് എ സി. എ സിയുടെ 1/4. എ സിയുടെ നീളം നമുക്കിപ്പോ കിട്ടി 8 സെന്റിമീറ്റർ അല്ലെ. അതിന്റെ 1/4 ഓഫ് എ സി ആണ് എ ഡിയുടെ നീളം. അത് കണ്ടെത്തിയിട്ട് ആ എ ഡിയുടെ നീളം കണ്ടാൽ ആ നീളം വെച്ചിട്ട് ഇവിടെ ഡി എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. മാർക്ക് ഡി. മാർക്ക് ഡി. ഇനി ഡി എന്ന് മാർക്ക് ചെയ്യണം. സച്ച് ദാറ്റ് എ ഡി ഈസ് 1/4 ഓഫ് എ സി. എ സിയുടെ 1/4 കണ്ടിട്ട് എ ഡിയുടെ നീളം കാണണം. എന്നിട്ടാണ് ഡി എന്ന് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ചെയ്ത് നോക്കാം. 1/4 ഓഫ് എ സി. എ സി എത്രയാണ്? 8. 1/4 ഓഫ് 8. ഓഫ് കണ്ടാ ഗുണിക്കണം അല്ലെ. 1/4 ഇൻറ്റു 8. 8 ഇൻറ്റു 1 8/4. എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും 8 കൊണ്ട് താഴെ നിന്ന് ഗുണിക്കരുത്, മുകളിൽ തന്നെയാണ് ഗുണിക്കേണ്ടത്. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ മുകളിലാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ 8/4. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? ഹൗ മെനി 4s in 8? 2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഡി കിട്ടി. ഡി എയിൽ നിന്ന് 2 സെന്റിമീറ്റർ അളന്നിട്ട് ഡി എന്ന് അടയാളപ്പെടുത്തി. ഗ്യാപ്പ് 2. അപ്പൊ സി അടയാളപ്പെടുത്തി, ഡി അടയാളപ്പെടുത്തി. നമുക്ക് കണ്ടു എ ഡിയുടെ നീളം 2 സെന്റിമീറ്റർ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി? അപ്പൊ ലാസ്റ്റ് ഇതിന്റെ താഴെ എഴുതേണ്ടത് ഫ്രാക്ഷൻ ഓഫ് എ ബി ആൻഡ് എ ഡി. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം എ ബിയുടെ എത്ര ഭാഗമാണ് എ സി എന്ന് നോക്കണം. എ ബിയുടെ എത്ര ഭാഗമാണ് എ സി? എ ബിയുടെ എത്ര ഭാഗമാണ് എ സി? എ ബിയുടെ 2/3. അതിന്റെ എത്ര ഭാഗമാണ് എ ഡി? 1/4. 1/4 ഓഫ് 2/3 is equal to 1/4 ആണ് എ ഡി. അത് ഏതിന്റെ? എ സിയുടെ 1/4 പാർട്ടാണ്. എ ബിയുടെ എത്ര ഭാഗമാണ്? 2/3 പാർട്ടാണ്. അപ്പൊ നമ്മൾ ഈ ആദ്യം എ ബിയിൽ നിന്ന് എ സിയിലേക്ക് എത്ര ഭാഗമാണ് കണ്ടു, അതിന്റെ എത്ര ഭാഗമാണ് എ ഡി എന്ന് കണ്ടു. അപ്പൊ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? അപ്പൊ നമ്മൾ ആദ്യം എ ബിയുടെ എത്ര ഭാഗമാണ് എ സി എന്ന് എഴുതി, അതിന്റെ എത്ര ഭാഗമാണ് എ ഡി എന്നുള്ള 2 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ, പറയണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതായത് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യാ, എ ബിയുടെ എത്ര ഭാഗമാണ് എ സി എന്ന് ആദ്യം എഴുതും, എ സിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്ന് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എ ബിയുടെ എത്ര ഭാഗം എ സി 2/3, അതിന്റെ എത്ര ഭാഗം എ ഡി 1/4. അപ്പൊ 1/4 ഓഫ് 2/3. സോ 1/4 into 2/3 is equal to 1 into 2, 2, 4 into 3, 12. So 1/6 part. 1/6 part. ആണ് ഇതാണ് ഞാൻ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാവരും ചെയ്ത് ക്ലിയർ ചെയ്യുക. സോ ഐ എം റേസിംഗ് നൗ. ഇനി അടുത്ത പ്രോബ്ലംസ് സിമ്പിൾ ആണ്. 2 meter ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസ്. 2 meter 5 പീസാക്കി അടുത്തൊരു പീസ് 1/5 ഉണ്ടാവും. ഇതിന്റെ 2 മീറ്ററിന്റെ. അപ്പൊ 1/5 ഓഫ് 2 meter. അത് ചെയ്ത അവസാനം കിട്ടിയ 2/5 meter എന്നാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനാ പറയുന്നത്. അത് നേരിട്ട് 2 meter 5 പീസാക്കി 2നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒരു പീസിന്റെ നീളം കിട്ടുമെന്ന് പഠിച്ചാലും മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ്? ഇതൊരു പീസ് കിട്ടി, ഇതിന്റെ 3/4. 3/4 എന്ന് പറഞ്ഞാല് 3/4 ഓഫ് ഈ 1 പീസ്. 1 പീസ് 2/5 meter ആണ്, അതിന്റെ 3/4. അപ്പൊ ഇത് കണ്ടാലും ഗുണിക്കുക, സിമ്പിൾ ആണ്, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആൻസർ കിട്ടും. ഹൗ മെനി സെന്റിമീറ്റേഴ്സ്? അപ്പൊ കിട്ടുന്നത് മീറ്റർ ആണ്. മീറ്റർ സെന്റിമീറ്റർക്ക് മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞു, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇൻറ്റു 100 ചെയ്യുക, കിട്ടിയ ആൻസർ. ഓക്കെ, 3 liter of water is used to fill 4 identical bottles. 3 ലിറ്റർ 4 ബോട്ടിലിലേക്ക് വീതം വെച്ചു. അത് ചെയ്ത അവസാനം 3/4 ലിറ്ററിനാ കിട്ടുക. 4 ബോട്ടിലേക്ക് വീതം വെച്ച ഒരു ബോട്ടിൽ 1/4 പാർട്ട് ഉണ്ടാവും. 4 ബോട്ടിലേക്ക് ഒരു സാധനം വീതം വെച്ചാൽ 1/4 ഉണ്ടാവും. ഇതിന്റെ 3 ലിറ്ററിന്റെ 3 ലിറ്റർ അല്ലേ വീതം വെക്കുന്നത്. അപ്പൊ 3 ലിറ്ററിന്റെ 1/4. അപ്പൊ അത് ചെയ്ത അവസാനം 3/4 ലിറ്ററിനാ കിട്ടും ഒരു ബോട്ടിലുള്ളത്. ഒരു ബോട്ടിൽ 3/4 ലിറ്റർ. 1 bottle is used to fill 5 identical cups. അപ്പൊ 3 liter 4 ബോട്ടിലേക്ക് നിറച്ചു. അതിലൊരു ബോട്ടിലിൽ എത്ര ഉണ്ടാവും ഇപ്പൊ കണ്ടു. ഇനി ഇതിത്തെ ഈ ഒരു ബോട്ടിലുള്ളത് ഇത് സ്റ്റെപ്പായിട്ട് എഴുതാൻ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതണം, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് എന്ത് ചെയ്യേണ്ടത്. 1 bottle is used to fill 5 identical cups. അപ്പൊ 1 cup fills equal to എന്നിട്ട് എഴുതണം. ഒരു കപ്പിൽ എന്താ ഉണ്ടാകുക, 5 കപ്പിക്കാണ് ഇത് വീതം വെക്കുന്നത്. അപ്പൊ ഒരു കപ്പിൽ എത്ര ഭാഗം ഉണ്ടാകുക, 5 കപ്പിലേക്ക് ഒരു സാധനം വീതം വെച്ച ഒരു കപ്പിൽ 5-ൽ1 ഭാഗം ഉണ്ടാവും. 1/5 ഓഫ് 3/4. ഗുണിച്ചിട്ട് ആൻസർ കണ്ടുകൂടെ, സിമ്പിൾ ആണ്. അപ്പൊ ഇത് ആൻസർ കിട്ടും അത്രയും ലിറ്റർ. ഹൗ മെനി മില്ലി ലിറ്റേഴ്സ്? ഇത് ആൻസർ ലിറ്ററിലാണ് കിട്ടുക. ലാസ്റ്റ് മില്ലി ലിറ്റർക്ക് മാറ്റണം. മില്ലി ലിറ്റർക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു ഞാൻ നേരത്തെ ചെയ്തല്ലോ, ഇൻറ്റു 1000. 5 kilogram pumpkin is cut into 5 equal pieces. 5 കിലോ പംകിന് 5 പീസാക്കി. അപ്പൊ 5 കിലോഗ്രാം പംകിന് 5 പീസാക്കി എന്ന് പറഞ്ഞാൽ ഒരു പീസ് 5 പീസാണ് ആക്കിയത്. അപ്പൊ ഒരു പീസ് 5-ൽ1 ഭാഗം ഉണ്ടാവും. ഏതിന്റെ, 5 കിലോഗ്രാമിന്റെ. അപ്പൊ ആൻസർ 5നെ 5/5 എന്നാ കിട്ടുക. ഓക്കെ, അത് ചെയ്താൽ 1 പീസ് ഈക്വൽ ടു എന്നിട്ട് എഴുതണം. ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻ ടു 2. 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെ ചെയ്ത് തുടരാം. വീണ്ടും ഒരു പീസ് 1 കിലോഗ്രാം. ആ ഒരു പീസ് വീണ്ടും ഫർദർ കട്ട് ഇൻ ടു 2. ഇത് വീണ്ടും ഹാഫ് ആക്കി. അപ്പൊ ഒരു പീസ് ഹാഫ് ഉണ്ടാവും. ഹാഫ് ഓഫ് 1 ഇതിനെ വീണ്ടും ഹാഫ് ആക്കി. അപ്പൊ ഇതിന് ഹാഫ് ഓഫ് 1 തന്നെ ഹാഫ് കിലോഗ്രാം തന്നെ. പിന്നെ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? ഹൗ മെനി ഗ്രാംസ്? ഗ്രാമക്ക് മാറ്റാൻ, കിലോഗ്രാമിനെ ഗ്രാമക്ക് മാറ്റാൻ എന്താ ചെയ്യുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പൊ അത് ആൻസർ കിട്ടും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അതില് 4 പ്രോബ്ലം ഉണ്ട്. ഒന്ന് 3/7 ഓഫ് 2/5. ഇങ്ങനെയുള്ള 4 പ്രോബ്ലം ആണ്. സിമ്പിൾ ആണ്, നേരെ ഇൻറ്റു ആണ് ചെയ്താൽ മതി. 3 into 2 7 into 5. കിട്ടുന്ന ആൻസറിനെ ഒന്നെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. സോ ലെറ്റ് us conclude now. Thank you.